ഹായ്, വെൽക്കം ടു അനുദീപ് അക്കാഡമി. എൻ്റെ പേര് ഷഫീഖ്. എടാ, നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയർഫോഴ്സ്, അതുപോലെ ഫയർ വുമൺ, അതുപോലെ ഫയറിന്റെ ഡ്രൈവർ ബാച്ചുകൾക്കൊക്കെ ആവശ്യമുള്ളതാണ്. ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണ് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ആ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡിലെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ സെക്ഷനിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോടാ. നോക്കടാ, നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റ് എയ്ഡ്? എടാ, എന്താണ് ഫസ്റ്റ് എയ്ഡ്? നോക്കടാ, ഒരാൾക്ക് അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ അവിചാരിതമായി അയാൾക്ക് ഒരു അസുഖം ഉണ്ടായി, അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങനെയുള്ള അവസരത്തിൽ അയാളുടെ ജീവൻ നിലനിർത്തി അസുഖത്തിന്റെ, അപകടത്തിന്റെ അല്ലെങ്കിൽ അസുഖത്തിന്റെ പ്രത്യാഘാതത്തെ കുറയ്ക്കാൻ നമ്മൾ ഇടപെടുന്ന ആദ്യത്തെ കാൽവെപ്പിനെയാണ്, അല്ലെങ്കിൽ ആ ഇടപെടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് വിളിക്കുന്നത്. എടാ, ഡോക്ടറെ അടുത്ത് എത്തണം, അല്ലെങ്കിൽ ഡോക്ടർ ആ വ്യക്തിയുടെ അടുത്ത് എത്തണം. ആ സമയത്ത് വൈദ്യപരിശോധനയ്ക്ക് തൊട്ടു മുമ്പേ ഉള്ള സമയം വരെയും അയാൾക്ക് ജീവൻ ഉണ്ടായിരിക്കണ്ടേ? നമ്മൾ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അയാൾക്ക് ജീവൻ ഉണ്ടായിരിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ ഇവിടെ എത്തിക്കുമ്പോൾ അയാൾക്ക് ജീവൻ ഉണ്ടായിരിക്കണ്ടേ? അപ്പൊ അതുവരെ എങ്ങനെയെങ്കിലും അയാളുടെ ജീവനെ നിലനിർത്താനായിട്ടുള്ള നമ്മുടെ ശ്രമത്തെ എന്ത് വിളിക്കാം? പ്രഥമ ശുശ്രൂഷ എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? അപ്പൊ ഒരു പ്രഥമ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്താ, ഉദ്ദേശം എന്താ? ഒരു വിദഗ്ധ ചികിത്സകന്റെ അടുത്തെത്തിക്കുന്നത് വരെയും അയാൾക്ക് ജീവൻ ഉണ്ടായിരിക്കണം. ആ നിർണായകമായ സമയത്ത് അയാളെ നമുക്ക് സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നതാണ് ഫസ്റ്റ് എയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഓർത്തു വെച്ചിരുന്നാൽ മതി. ക്ലിയർ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കടാ, ഒരു പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. 3 P ആണ്. 3 P's ആണ്. 3 P's. P. 1 പ്രിസർവ് ലൈഫ്, 2 പ്രിവെന്റ് ഫർദർ ഡിറ്റീരിയോറേഷൻ, 3ാമത്തത് പ്രൊമോട്ട് റിക്കവറി എന്ന് വിളിക്കാം. അതായത് ഒന്ന് പറയുന്നത് ജീവൻ നിലനിർത്തണം, അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ ജീവൻ മസ്റ്റായിട്ട് നിലനിർത്തിയാലേ രക്ഷയുള്ളൂ. 2ാമത്തത് കൂടുതൽ ദോഷം സംഭവിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തടയുക, പരിക്കിനെ വഷളാകാതെ സൂക്ഷിക്കുക. 3 സുഖം പ്രാപിക്കാൻ അയാളെ സഹായിക്കുക, അതായത് അയാൾക്ക് സുഖം പ്രാപിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇതാണ് പ്രഥമ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്ന 3 Pകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ പ്രഥമ ശുശ്രൂഷ ബേസ് ആയ ഒരു കാര്യം പിടികിട്ടിയോ നിങ്ങൾക്ക്? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ബാക്കി ക്ലാസ്സിലേക്ക് കടക്കാം. എടാ, നമ്മുടെ അനുദീപ് അക്കാഡമി വിക്ടറി ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6-in-1 ബാച്ചാണ്. അതായത് VFAക്ക് പഠിക്കുന്ന ഒരാള് CPO WCPO എഴുതുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ഫയർമാനും അയാൾ എഴുതുന്നു, ചിലപ്പോൾ CEO അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസറും അയാൾ എഴുതുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ അയാൾ ബെബ്കോ LDC എഴുതാം, കമ്പനി ബോർഡ് LGS ഡിഗ്രിക്കാർക്ക് എഴുതാം എന്നുള്ളത് കൊണ്ട് തന്നെ അവരതും എഴുതാം. അപ്പൊ ഈ 6നും വേണ്ടി 6 ബാച്ചിൽ ചേർന്ന് കുറഞ്ഞത് 1000 രൂപ വെച്ച് കൊടുത്താൽ 6000 രൂപയെങ്കിലും പോകില്ലടാ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഈ 6നും കൂടെ ചേർത്ത് ഒരൊറ്റ ബാച്ചാണ് 1234 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? എന്ന് പറഞ്ഞാൽ ഈ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് കിട്ടും, ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക് കിട്ടും, സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് കിട്ടും, ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും. ക്ലിയർ ആണോ? കഴിഞ്ഞ പ്രാവശ്യം ഫയർമാൻ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കൊടുത്ത ക്ലാസ്സിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും, അല്ലെങ്കിൽ അവർക്ക് റാങ്കിലോട്ട് കയറാൻ പറ്റുന്ന കൂടുതൽ ചോദ്യങ്ങളും കിട്ടിയത് നമ്മുടെ ബാച്ചിൽ നിന്നാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ ബാച്ചുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുക. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് കിടക്കാം. എടാ, ഒരു പ്രഥമ ശുശ്രൂഷ നമ്മൾ പറഞ്ഞല്ലോ. ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് എന്ന് പറയുന്നത് ഫ്രെഡറിക് ഇസ്മാർക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. POQ ആണ്. പ്രഥമ ശുശ്രൂഷയുടെ പിതാവാണ് ഫ്രെഡറിക് ഇസ്മാർക്ക് എന്ന് പറയുന്ന വ്യക്തി. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന പദം നമുക്ക് ആദ്യമായിട്ട് സംഭാവന ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഫ്രെഡറിക് ഇസ്മാർക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ പ്രഥമ ശുശ്രൂഷയുടെ പിതാവാണ് ഫ്രെഡറിക് ഇസ്മാർക്ക്. മാർക്ക്, അയാളുടെ പേര് അറിഞ്ഞാൽ നിനക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഫ്രെഡറിക് ഇസ്മാർക്ക്. ഫസ്റ്റ് എയ്ഡ് എന്ന പദം ആദ്യം കൊണ്ടുവന്നത് പഠിച്ചാലേ അവിടെ മാർക്ക് കിട്ടുള്ളൂ. ഫ്രെഡറിക് ഇസ്മാർക്ക്. ഈ ഫ്രെഡറിക് ഇസ്മാർക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വാക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന വാക്കല്ല കേട്ടോ. അയാളൊരു ജർമ്മൻകാരനാ. അയാൾ ഉപയോഗിച്ച ജർമ്മൻ വാക്ക് എന്ന് പറയുന്നത് എസ്റ്റേ ഹിർഫെ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു വാക്ക്. ആ വാക്കിന്റെ ഇംഗ്ലീഷ് ആണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന സാധനം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊന്നും വിടാനില്ല, എല്ലാം വ്യക്തമായിട്ട് പഠിച്ചു വെച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നമ്മൾ സംഭവത്തിലോട്ട് പോകുന്നത് ഇതാണ്ട് അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനം എന്നാണ് POQ.
സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച. നോക്കടാ, അങ്ങനെ വരുമ്പോ ഓരോ വർഷവും അതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോ സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. ഇത് തുടങ്ങിയത് 2000 മുതലാണ്. 1999 ഇല്ല, 2000 മുതലാണ് പ്രഥമ ശുശ്രൂഷ ദിനം ആഘോഷിക്കുന്നത്. അത് സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ആരംഭിച്ചതാര്? അത് നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റി. വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ്. അടുത്തൊരു സെക്ഷനിൽ നമുക്ക് റെഡ് ക്രോസ് സൊസൈറ്റിയെ കുറിച്ചൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ റെഡ് ക്രോസ് സൊസൈറ്റി ആണ് പ്രഥമ ശുശ്രൂഷ ദിനം ആഘോഷിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. നോക്കണ, 2024 പ്രഥമ ശുശ്രൂഷ ദിനം ചോദിച്ചാൽ അത് സെപ്റ്റംബർ 14. 2025 പ്രഥമ ശുശ്രൂഷ ദിനം ചോദിച്ചാൽ അത് സെപ്റ്റംബർ 13 മറക്കണ്ട. 2024 പ്രഥമ ശുശ്രൂഷ ദിനത്തിന്റെ പ്രമേയം ആലോചിച്ച് നോക്കണ. പ്രഥമ ശുശ്രൂഷയും കായികവുമാണെങ്കിൽ 2025 ഡിജിറ്റൽ ലോകത്തെ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഡിജിറ്റൽ. ഇപ്പൊ ഡിജിറ്റൽ ആണല്ലോ പ്രധാനം. അപ്പൊ ഡിജിറ്റൽ ലോകം വഴി അത് കുറച്ചങ്ങ് സ്പ്രെഡ് ആക്കി കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് അതിനൊരു അവബോധവും അത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊരു കൺസെപ്റ്റിലാണ് ഡിജിറ്റൽ ലോകത്തെ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ് എന്നൊരു കൺസെപ്റ്റ്, എന്നൊരു തീം 2025 കൊണ്ടുവന്നത് എന്നത് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ 2024 സെപ്റ്റംബർ 14 പ്രഥമ ശുശ്രൂഷയും കായികവും എന്ന് പറയുന്ന പ്രമേയത്തിൽ ആഘോഷിച്ചെങ്കിൽ 2025 സെപ്റ്റംബർ 13 ഡിജിറ്റൽ ലോകത്തെ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഘോഷിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി ഫസ്റ്റ് എയ്ഡ് കിറ്റ്. നമുക്കറിയാം, ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന സംഭവം അതിനൊരു കിറ്റ് ഉണ്ടായിരിക്കും എപ്പോഴും, അല്ലെ? നമ്മൾ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഞങ്ങൾ കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയിലൊക്കെ വന്നതാണല്ലോ. ഇവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിന് രൂപം നൽകിയ വ്യക്തിയുടെ പേര് റോബർട്ട് വുഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. റോബർട്ട് വുഡ്. വുഡ് എന്ന് മാത്രം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കത്തൂല. പക്ഷെ വേറൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജോൺസൺ ആൻഡ് ജോൺസൺ. ജോൺസൺ ആൻഡ് ജോൺസൺ കേട്ടിട്ടില്ലേ? ഒരു കമ്പനി. യെസ്, അതിന്റെ സ്ഥാപകനാണ് ശരിക്കും റോബർട്ട് വുഡ് ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഫസ്റ്റ് എയ്ഡ് കിറ്റിന് രൂപം നൽകിയ വ്യക്തിയാണ് റോബർട്ട് വുഡ് ജോൺസൺ. ശരിക്കും ഈ പുള്ളിക്കാരൻ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കെ പുള്ളിയുടെ ബിസിനസ് ഇങ്ങനെ ഒന്ന് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാളുമായിട്ട് ഒരു റെയിൽവേയുടെ ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുകയും പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ ഈ റെയിൽവേ സ്റ്റാഫുകൾക്ക് ട്രെയിൻ തട്ടിയ കുറെ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു ശുശ്രൂഷ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്ന് പുള്ളി അഭിപ്രായം പറഞ്ഞു. ഇവിടെയാണ് അയാൾ ഐഡിയ കയറുന്നതും അയാൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൊണ്ടുവരുന്നതും. അപ്പോ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി. അതിന്റെ ഉടമയാണ് റോബർട്ട് വുഡ് ജോൺസൺ എന്ന് പറയുന്നത്. അതിന്റെ സാഹചര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ക്ലിയർ ആണോ? അപ്പൊ അതൊരു നല്ലൊരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാൾ അങ്ങനെ ഒരു സാധനം ഇറക്കിയത്. ക്ലിയർ അല്ലേ? ഇനി ഈ പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കിറ്റ് എവിടെയൊക്കെയാണ് നമ്മൾ ശേഖരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒന്ന് സ്കൂളുകളിൽ നമുക്ക് ശേഖരിക്കാം, അതുപോലെ വീട്, അതുപോലെ ജോലി സ്ഥലങ്ങൾ മസ്റ്റാണ്. നിയമപരമായിട്ട് ജോലി സ്ഥലങ്ങളിൽ വേണമെന്നത് നിയമമാണ്. അതുപോലെ വാഹനങ്ങൾ എന്നിവയിലൊക്കെ എന്ത് വേണം? ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണമെന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഈ വ്യക്തികളുടെ പേര് നിങ്ങൾ മറക്കരുത്. റോബർട്ട് വുഡ് ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി സാധാരണ ഈ റെഡ് ക്രോസ് സൊസൈറ്റി അംഗീകരിക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. ആ റെഡ് ക്രോസ് സൊസൈറ്റി അംഗീകരിക്കുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആണ് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെയോ ആവശ്യമുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ വേണമെന്നുള്ള ഒരു പൊതുധാരണ ആര് തന്നിട്ടുണ്ട്? റെഡ് ക്രോസ് സൊസൈറ്റി തന്നിട്ടുണ്ട്. അതെന്തൊക്കെയെന്ന് നോക്കാം. മുറിവിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒന്ന് അഡ്ഹസീവ് ബാൻഡേജ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബാൻഡേജ് ആവശ്യമുണ്ട്. അതായത് ചെറിയ മുറിവുകളോ ചെറിയ പോറലോ ഉണ്ടെങ്കിൽ അവിടെ ഒട്ടിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട്. വേറൊരെണ്ണം സ്റ്റെറൈൽ ഗേസ് പാഡ് എന്ന് പറയും. അതായത് മുറിവുകളിൽ അമർത്തി രക്തസ്രാവം തടയാനും അതുപോലെ വൃത്തിയാക്കാനും വേണ്ടി. നിങ്ങൾ ആ പിക്കിന്റെ എന്റെ നേരെ മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പിക്ക്. ഇനി അടുത്തത് അഡ്ഹസീവ് ക്ലോത്ത് ടേപ്പ്. അതായത് അതിന്റെ എന്റെ പിക്ക് ഞാനിപ്പം നേരത്തെ പറഞ്ഞു, എന്റെ നേരെ മുകളില് ഇടതുവശത്തിരിക്കുന്ന പിക്ക്. അതുപോലെ ആന്റിസെപ്റ്റിക് വൈപ്പ് അല്ലെങ്കിൽ അതിന്റെ ഫ്ലൂയിഡ്. വൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തുടച്ചെടുക്കുന്ന ഒരു സാധനമുണ്ട്, അതാണ് വൈപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ആന്റിസെപ്റ്റിക് അടങ്ങിയിട്ടുണ്ട്. ഒരു തുണി പോലെ പേപ്പർ പോലെ ഇരിക്കും, നമുക്ക് ഇങ്ങനെ തുടഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അഞ്ചാമത്തത് ആന്റിബയോട്ടിക് ഓയിൽമെന്റ്. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അണുബാധ, ബാക്ടീരിയ പോലുള്ള അണുബാധകൾ ഉണ്ടായാൽ ആ അണുബാധകളിൽ പുരട്ടാനുള്ള സാധനമാണ് എന്തെന്ന് പറയുന്നത് ആന്റിബയോട്ടിക് ഓയിൽമെന്റ്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ മുറിവ് സെപ്റ്റിക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് എന്തെന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്.
ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്കിന്ന് സെപ്റ്റിക് ആകാതിരിക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് എന്തെന്ന് പറയുന്നത്? ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്നതാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് സെപ്റ്റിക് ആകാതിരിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി മേ ബി ഒരു അണുബാധ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആന്റിബയോട്ടിക് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ ഈ 5 സാധനങ്ങളാണ് മുറിവിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ വെച്ചിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആ മുറിവ് വെച്ച് കെട്ടാനുള്ള സാധനം പറയുകയാണെങ്കിൽ ഒന്ന് ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറയും. രണ്ടാമത്തത് റോൾഡ് ബാൻഡേജ് അല്ലെങ്കിൽ റോളർ ബാൻഡേജ് എന്ന് പറയും. അപ്പോ മുറിവ് കെട്ടാനായിട്ട് 2 ബാൻഡേജ് വേണം. ഒന്ന് ട്രയാങ്കുലർ ബാൻഡേജ് ഉണ്ട്, റോൾഡ് ബാൻഡേജ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ചില പ്രത്യേക ഉപകരണങ്ങൾ നമുക്ക് വേണം. ഒന്നാമത്തത് കത്രിക വേണം. തുണിയും ബാൻഡേജ് ഒക്കെ മുറിക്കണമെങ്കിൽ എന്ത് വേണം? കത്രിക വേണം. അതുപോലെ പിന്നെ ടിസേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം എന്റെ നേരെ തലയ്ക്ക് മുകളിൽ കാണപ്പെടുന്ന, നിങ്ങളെ പല ആശുപത്രികളിലും കാണുന്ന സാധനമാണത്. അത് ഈ ചെറിയ ചീടോ അല്ലെങ്കിൽ ചെറിയ മുള്ളു പോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പതുക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണത്. അതുപോലെ ഡിസ്പോസിബിൾ ഗ്ലൗസ് വേണം. ഗ്ലൗസ് മസ്റ്റായിട്ട് ഗ്ലൗസ്. കാരണം ഈ ഫസ്റ്റ് എയ്ഡ് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ അവരുടെ കയ്യിലുള്ള അണുബാധ വരാൻ പാടില്ല. സോ അവിടെ ഗ്ലൗസ് ഉണ്ടായിരിക്കണം. അടുത്തത് CPR പ്രതിരോധം അല്ലെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ കൃത്രിമ ശ്വാസം കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ബ്രീത്തിങ് ബാരിയർ അല്ലെങ്കിൽ CPR മാസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ അവിടെ കൃത്രിമ ശ്വാസം കൊടുക്കാനായിട്ട് അവിടെ CPR മാസ്ക് നമുക്ക് വേണം. ഇനി വേറെ ചില അത്യാവശ്യ ഘടകങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റന്റ് കോൾഡ് കംപ്രസ്. അതായത് ഈ ചതവോ നീർക്കൊട്ടോ ഒക്കെ വന്നാൽ നമ്മൾ അവിടെ താൽക്കാലിക ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കോൾഡിനെ കംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അത് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഓറൽ തെർമോമീറ്റർ, വായിൽ വെച്ച് നോക്കുന്ന, ഓറൽ വായാണ്, വായിൽ വെച്ച് നോക്കുന്ന തെർമോമീറ്റർ. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ്, അവന് പനിയോ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടെന്നൊക്കെ അറിയാനുള്ള സാധനമാണ് ഓറൽ തെർമോമീറ്റർ. ഇനി ഇതൊക്കെ കൂടെ ചേർത്തിട്ട് 14-മതൊരു സാധനം പറയുന്നത് പ്രഥമ ശുശ്രൂഷ കൈപുസ്തകം അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ഗൈഡ് ബുക്ക്. അതായത് ചില പ്രത്യേക അടിയന്തര സാഹചര്യത്തിൽ അത് പ്രവർത്തിക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധമുള്ള ആൾക്കാർ ആ പരിസരത്ത് കാണൂല. പക്ഷെ ഇത് ചെയ്യാൻ പ്രാപ്തിയുള്ള ധൈര്യമുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ ആ പുസ്തകത്തെ വായിച്ചിട്ട് അതിനനുസരിച്ച് അയാൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നത് കൊണ്ട് തന്നെ പ്രഥമ ശുശ്രൂഷ കൈ പുസ്തകത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. പിടികിട്ടിയ ഇത്രയുമാണ് റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് എയ്ഡിന്റെ പുസ്തകത്തിലുള്ളത് എന്നത് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? അപ്പോ ഒരു ബേസ് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി അടുത്തടുത്ത സെക്ഷൻ ഇതുപോലെ നമുക്ക് കുഞ്ഞു കാര്യങ്ങളെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ അനുദീപിലെ നമ്മുടെ അനുദീപ് അക്കാഡമിയിലെ ആ കോഴ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ആ കോഴ്സുകളിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ ആ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ, താങ്ക് യു.